ഇങ്ങനെ നേരിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കും. വിഷയം കണ്ടുപിടിച്ച ആളെയാണ് നമസ്കരിക്കേണ്ടതല്ലേ. കുറെങ്കിലും അലക്കങ്കാലും പിഷു പിഷു പിഷു. ഇപ്പൊ ഈ പുട്ട് ചുടാൻ നിൽക്കുമ്പോഴേ ഈ കൈ ഉണ്ടല്ല, ഈ കൈ ഈ തട്ടുമ്പോ മുഴുവനും പുട്ടുടിയാവും. ഇതിനെന്തെങ്കിലും ഒരു വഴി കാണണം അല്ലേ? കൈ വല്ല പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എന്താക്കിയിട്ട് അല്ലേ? ഇത് ഗ്യാസ് കത്തിക്കാൻ പോകുമ്പോൾ അവിടെ പൊടിയാവും. ഈ പുട്ടും ഈ പുട്ടും കൂറ്റി എടുക്കാൻ പോകുമ്പോൾ അതുമ്പോൾ പൊടിയാവും. ഭയങ്കര ഡേഞ്ചറാണ് ഈ കൈയല്ലേ. ഞാൻ വിചാരിക്കുക, ഞാൻ നേരത്തെ അന്വേഷിക്കണം ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടി വെച്ചെങ്കിൽ ഇതൊന്നും കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയാലോ എന്നും. പിന്നെ വേണ്ട, പ്ലാസ്റ്റിക് അല്ലേ മതി, നമ്മളെ കൈ തന്നെ നമുക്ക് ഹെൽത്തി. വിചാരിക്കണ്ട പെട്ടെന്ന് എന്താ ഈ പുട്ടിലേക്ക് വന്നതല്ലേ. അപ്പം ഇന്ന് രാവിലെ പുട്ടും മമ്പയർ കറിയാ കേട്ടോ. മമ്പയർ കറി ഞാൻ അങ്ങനെ ആക്കലൊന്നുമില്ല കേട്ടോ. ചുമ്മാ കുറച്ച് കൊച്ചു വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. വലിയ കാര്യമായിട്ടുള്ള വ്ളോഗൊന്നുമല്ല, റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ വിചാരിക്കണ്ടോ ദൈവം അടുത്തത് പുട്ടിന്റെ കടലില്ലാത്തോണ്ട് പുട്ടിൻ്റെത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇല്ല, പുട്ടിൻ്റെ ഒന്നല്ല ഇത്. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് അങ്ങനെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടൊരു വ്ളോഗ് കിട്ടാം. രാവിലെ തന്നെ അങ്ങനെ ഇറങ്ങിയതാണ്. ഒഴിപ്പൊന്നുമില്ല, ഒഴിപ്പം അവിടെ പോയിന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും ഒഴിപ്പില്ല കേട്ടാ. എങ്ങോട്ടാ പോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. വിളിച്ചു ചോദിക്കാനും വയ്യ. എനിക്കൊന്നും വല എന്തോ അലക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പം എന്തായാലും മമ്പയർ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ പുട്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവർക്കൊന്നും മമ്പയറും ഈ പറഞ്ഞ കടല, ചെറുപയർ ഈ വക സാധനങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം കുറേ ആയതിനു ശേഷം എനിക്ക് ഇവിടെ രാവിലത്തെ ഫുഡാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും മടുപ്പ് പിടിക്കലാണ്. കടല വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കടലയിൽ തേങ്ങ അരക്കാൻ പാടില്ല. നന്ദുവിനാണെങ്കിൽ തേങ്ങയൊക്കെ അരച്ചിട്ട് ആ ഒരു ചാറൊക്കെയാണ് നന്ദുവിന് ഇഷ്ടം. എല്ലാം കൂടി ടെൻഷനാണ് മൊത്തത്തിൽ. ഈ പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് വല്ല മീൻകറിയാ, ചെമ്മീൻകറിയാ, അല്ലെങ്കിൽ തലേന്നത്തെ ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഡെയിലി നമുക്ക് അതൊക്കെ ആക്കാൻ പറ്റുമല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ആക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ധാന്യങ്ങളാണ് നമ്മൾ രാവിലെ ഇടുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ രാവിലത്തെ കടിക്കൽ ഭയങ്കര പ്രശ്നം. ഇന്നിപ്പോൾ ഞാൻ മമ്പയർ ഇട്ടിട്ടുണ്ട്. മമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മമ്പയർ വൻപയറാണല്ലേ. ഇവിടെ ഇപ്പം മമ്പയർ പറഞ്ഞു ഇങ്ങനെ ശീലമായിട്ടാ. അതിൻ്റെ ഈ മമ്പയർ, സോറി കേട്ടോ, ഞാൻ നേരത്തെ മമ്പയർ പറഞ്ഞത്. വൻപയറില്ലേ നമ്മൾ മറ്റേ വലിയ പയർ, ചെറുപയറിൻ്റെ അതാണ് കേട്ടോ. അത് തുറക്കണം, അത്ര ഏറില്ല. അപ്പം അത് പിന്നെ അത് ഇന്നിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെന്താവും എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അത് കുഴപ്പമായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും അതാവട്ടെ. പുട്ട് ഞാനൊന്ന് പുഴുങ്ങിച്ചൊരിയും കേട്ടോ, വെറുതെ ഒന്ന് പുഴുങ്ങിച്ചൊരിയും. കാരണം നമ്മൾ പൊടിക്കുന്ന പൊടിയായതുകൊണ്ട് അത്രയും സോഫ്റ്റ് കിട്ടണമെങ്കിൽ പുഴുങ്ങി അങ്ങോട്ട് ചൊരിയും കേട്ടോ. അത് ഒറ്റ കുറ്റി പുഴുങ്ങി ചൊരിയും. ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്ന വീഡിയോ. അപ്പോൾ അതവിടെ നിന്ന് ആവി വരട്ടെ. നന്ദു കിടന്ന് ഉറങ്ങി കേട്ടോ. നന്ദു താഴത്ത് ഞാനിവിടെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മേലയിൽ കിടക്കുന്നുണ്ട്. താഴത്ത് സൈഡ് ഇങ്ങനെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അതിങ്ങോട്ട് വലിച്ചിടുക. അതാ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കിടക്കണമെങ്കിൽ ഞാൻ നിങ്ങൾ കിടന്നെണീച്ചപ്പോൾ നല്ല സുഖമുണ്ട്. നവിയപ്പോൾ എണീറ്റ് പോയപ്പോഴേക്കും നന്ദു കയറി കട്ടിലുമ്പോൾ കിടന്നാട്ടാ. ആ ബെഡിങ്ങനെ താഴത്തോട്ട് ഞങ്ങൾ വലിച്ചിട്ട് പിന്നെ നന്ദിനെ താഴത്ത് കിടത്തലാണ്. അതിൽ എല്ലാ ദിവസവും അങ്ങോട്ട് ഇവിടെ എല്ലാ ദിവസവും രാത്രി കറണ്ട് പോക്കാട്ടാ. 12 മണിയാവേണ്ടി ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കറണ്ട് പോകട്ടെ. കാരണം എല്ലാവരും AC ഉപയോഗിക്കുന്നുണ്ട്. AC ഇല്ലാത്ത നമ്മളല്ലേ ഈ പറഞ്ഞ പോലെ പുരുക്കി ചാവേണമെന്ന് വെന്ത് പുഴുങ്ങിയെടുക്കൂലേ, അതുപോലെ കേട്ടാ ചൂടിന്. എന്തായാലും മമ്പയർ അല്ല സോറി വൻപയർ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും മാറ്റി പിടിക്കാനൊരു തോന്നുന്നുണ്ട്. വൻപയർ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളാ പുട്ടിൻ്റെ ആവിയും വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഉടച്ചെടുക്കട്ടെ. ഇത് തടത്തും. ഇനി ഇതിനെ ഒന്ന് പുഴുങ്ങിയിട്ട് അങ്ങോട്ട് ഞങ്ങൾ രാത്രി പുഴുങ്ങിച്ചെരിയുന്ന പോലെ, നമ്മൾ ചൂടിന് പുഴുങ്ങിയെടുക്കല്ലേ, അതുപോലെ ഇതിനെ ഒന്ന് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ചൊരിഞ്ഞ് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കിയാൽ, ഞാൻ മൊത്തത്തിൽ പുഴുങ്ങാൻ നിൽക്കില്ല, ഇങ്ങനെ എടുക്കലാണ്. പുഴുങ്ങലല്ലേ, പുട്ടിന് പുഴുങ്ങൽ. എന്തൊരു ഭാഷയാണ്. ഇതിനെ ഒന്ന് അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. കറണ്ടിൻ്റെ എല്ലായിടത്തും ഉണ്ടാവല്ലേ കറണ്ടിൻ്റെ പ്രശ്നം. കറണ്ട് രാത്രിയാകുമ്പോൾ ഒരു തരം പോക്കാം, വോൾട്ടേജും ഇല്ല. പണ്ടൊക്കെ നമ്മൾ മറ്റേ എൻ്റെ ചെറുപ്പത്തിൽ ബീഡിക്കുറ്റി എന്നെല്ലാം പറയല്ലേ, അതുപോലെ ആ ഒരു മഞ്ഞ ബൾബില്ലേ, അതിങ്ങനെ ബീഡിക്കുറ്റി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കില്ലേ, അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് വോൾട്ടേജും ഉണ്ടാവില്ല. എങ്ങനെ ഒരു തരം കറണ്ട്. എന്തായാലും രാത്രി വലിയ ഭീകരാവസ്ഥയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന മമ്പയർ വൻപയർ. ഇപ്പം മനസ്സിലാവോ, ഇതാണല്ലേ ഈ പറയണത് എന്തോ സ്പെഷ്യൽ മമ്പയർ എന്നൊക്കെ അപ്പോൾ കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്തോ സ്പെഷ്യൽ സാധനമാണെന്ന്.
ഈ ഓലക്കെട്ട് പയറിനാണ് ഈ മമ്പയർന്നെല്ലാം പറഞ്ഞില്ല. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മളെ പുട്ടായി. അങ്ങനെ കുശലം പറഞ്ഞു തന്നതാ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടതാ. നമ്മളെ വൻപയർ കറിയൊക്കെ ഇവിടെ ആയി. വെള്ളത്തിൽ നിന്ന് കയറി വന്ന പോലെ ഉണ്ടോ എന്നൊരു സംശയം. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇത് നല്ല ഒരുപാട് നല്ല കറിയൊന്നും വെച്ച് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, കുറ്റേ പറയുള്ളൂ. അതുകൊണ്ട് ഇതാ ഇത് മതി, ഇത് പോതും. കട്ടക്കറിയൊന്നും ഇവിടെ ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇങ്ങനെ നല്ല കുറുകനൊക്കെ ഇരിക്കണ കറിയില്ലേ, അതൊന്നും ഇപ്പൊക്കെ അത്ര വലിയ താല്പര്യമല്ല. അപ്പോൾ പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസൊക്കെ ആയിട്ടുള്ള കറിയാണെങ്കിൽ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കറിയൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് നന്നായി എന്നൊക്കെ തോന്നുന്ന കറി ഉണ്ടാവില്ല, അതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. നന്നായിട്ടില്ലാന്ന് തോന്നുന്ന കറികൾക്ക് പുള്ളി രണ്ടാമതൊക്കെ മേടിച്ചിട്ടൊക്കെ തിന്നും. അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെയാണ്. എല്ലായിടത്തും ഉണ്ടാവില്ല ഇങ്ങനെ പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരൊക്കെ. ലാസ്റ്റ് തേങ്ങ ഞാൻ ബാക്കിയുള്ള തേങ്ങ മുഴുവൻ ലാസ്റ്റ് അങ്ങോട്ട് ഇടും. ലാസ്റ്റത്തെ പൊട്ട് കിട്ടുന്ന ഭയങ്കര ലക്ക. ഉള്ള തേങ്ങ മുഴുവൻ മരത്തില്ല. പിന്നെ ഒരുപാട് പേര് നല്ല ചേച്ചിമാരാണോ അനിയത്തിമാരാണോ എൻ്റെ സെയിം ഏജുകാരാണോ എന്നറിയില്ല, ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ ഇടുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. സനിയെ ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. എൻ്റെ മോളെ പോലെയാണ്, അനിയത്തിയെ പോലെയാണ്, കൂടപ്പിറപ്പിനെ പോലെയാണെന്നൊക്കെ പറയുമ്പില്ലേ, ഭയങ്കര സന്തോഷമായിട്ടാ. ഞാൻ എല്ലാ കമൻസും ഫേസ്ബുക്കിലായാലും ശരി യൂട്യൂബിലായാലും ശരി ഒരു മിക്കതിന് റിപ്ലൈ തരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് 100% ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാണ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാം ഇരുന്നിട്ട് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത്ര വലിയ തിരക്കായി തോന്നുന്നു. ഇല്ല, അങ്ങനെ തിരക്കായിട്ടൊന്നല്ല. പക്ഷെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഒരാളത്തിൽ എനിക്ക് കമൻറ്റ് ഇടുന്നത്, ഞാൻ ഒരാളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതല്ല. അപ്പം അതിൻ്റെതായ ചില ഇതുണ്ട്. പക്ഷെ എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. വലിയ കുറച്ച് എഴുതിയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഞാൻ വായിക്കാണ്ട് പോകുന്നില്ല. അതിനൊക്കെ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, സനി എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പം വലിയ ആളായോ ഒന്നല്ല കേട്ടോ, അങ്ങനെയൊന്നല്ല. പിന്നെ അങ്ങനെയാണല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് തരുമ്പോൾ നമ്മൾ റിപ്ലൈ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ. ഞാനൊക്കെ എത്രയോ ഇതിന് കമൻസ് ഒക്കെ ഇട്ടെടുക്കുമ്പോൾ എനിക്ക് റിപ്ലൈ എല്ലാം കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അതുമായിരിക്കില്ല എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് എന്തായാലും ഞാനും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പം ഇല്ലെങ്കിലും ഒന്നും ഇതുപോലെ പറഞ്ഞു കിട്ടാം. നമ്മളങ്ങനെ ഒരുപാട് വളർന്നു എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. ഇപ്പം ഇത്രയിൽ നിന്ന് ഇത്രയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്, അത് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ വീണ്ടും എന്തായാലും ആ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നു. വേർത്ത് കുളിക്കുന്നുട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു റീലൊക്കെ കാണുന്ന പോലെ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ ഒഴുകുന്നില്ലേ, അതേപോലെ ആട്ടാ കുളിക്കുകയാണ് ഇങ്ങനെ. വൈകുന്നേരം തുടച്ചിട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോക്കും ഈ ടേബിൾ ആദ്യം പൊടിമയം ആയിക്കോട്ടെ. ഇത് ഒരു അവസ്ഥയാണ്, വേറെ ഒന്നല്ലല്ലോ. ഞങ്ങൾ ഈ സൈഡിൽ കണ്ട പുറത്ത് ഇതുണ്ട, ഇതിങ്ങനെ പൊടി ഇങ്ങനെ നമ്മളെ ഇതിട്ട പൊടി ഇങ്ങനെ ഈ ടേബിൾ മേലോട്ട് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ നല്ല സിമെൻറ്റ് നമ്മൾ പെയിൻ്റ് അടിച്ച സംഭവമൊക്കെ ആയിരുന്നു, അതൊക്കെ പോയിട്ടേ ഉള്ളൂ കേട്ടോ. പുറത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിലും കുറേ ആയിട്ട് ഉള്ളിലും ഇങ്ങനെ ആയിട്ടാ. ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെല്ലാം പോയിട്ടുള്ള സൈഡൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപ്പ് കയറിയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇത് പുറത്തുനിന്നൊക്കെ ഈ നമ്മൾ അന്ന് അച്ഛനൊക്കെ വന്ന് കഷ്ടപ്പെട്ട് പെയിൻ്റൊക്കെ അടിച്ച് പോയത്. ഇപ്പോൾ അവസ്ഥ ഭയങ്കര ടെൻഷൻ. ആ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ പോവുക, ഉപ്പ് കയറിയിട്ടാണ് ഇങ്ങനെ പോകണം കേട്ടോ. നമ്മളെല്ലാം ഉപ്പ് തഞ്ചിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എത്ര പെയിൻ്റ് അടിച്ചിട്ട് എത്ര ക്ലീൻ ആക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും മിക്ക വീടുകളിൽ ഇതൊക്കെ തന്നെ എനിക്ക് അവസ്ഥ ഈ പരിസരത്ത്. ചെരുപ്പ് ബാക്ക് വശത്ത് കിടക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട്. ഇനി ഇത് വെക്കാനൊരു സ്ഥലം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മിഞ്ഞാന്ന് വാങ്ങിയതാട്ടാ. ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിട്ടില്ലെന്നേ. എന്നിട്ട് ഇതിങ്ങനെ വാങ്ങിച്ചു. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല പ്ലാസ്റ്റിക് ആട്ടാ. മീശോന്ന് വാങ്ങിച്ചതാണ്, 200 ചില്ലറ റുപ്യാറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കുറച്ചിങ്ങനെ അടക്കി പറക്കി വെക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഷൂ ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുന്നതായാലും ഡേഞ്ചറാണല്ലോ. അപ്പോൾ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് പാമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഈ ഷൂ ഒക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അധികം ശ്രദ്ധിക്കണം കേട്ടോ. കുറേ ഈ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ചെറിയ ചെറിയ പാമ്പുകൾ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ എടുക്കുമ്പോഴായാലും എപ്പോഴും ഇടുമ്പോഴായാലും പൊട്ടിയിട്ടും പിടിച്ചിട്ടൊക്കെ ഈ ഒരു അവസ്ഥയിൽ എന്നാലും ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, മൊത്തത്തിൽ പറയുന്നത്. അപ്പം ഞാനും പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ രാവിലത്തെ പരിപാടി അലക്കാനുള്ള തുണി ഇതൊക്കെ കൂടി മിഷ്യത്തിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരാശ്വാസമായി. പിന്നെ നമുക്ക് ചോറും കറിയല്ലേ കണ്ടു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ പരിപാടി. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഞാനും ഇങ്ങനെ തന്നെ. നിങ്ങളുടെ പോയ ചെറിയ നേരെ നിങ്ങളെ കണ്ടിട്ടില്ല.
ഞാനൊക്കെ വലയിലക്കാല എന്തിനോ പണിക്ക് പോയി. ഞാനൊരു വരുമ്പോ നിങ്ങിയില്ല, കൂടെ കിടക്കുന്ന ആളില്ല. ഇത് എവിടെ പോയി? നിങ്ങൾ നോക്കിയത് ഓണാന്ന്. ഞാൻ ഭാഗ്യോന്നായിരുന്ന അല്ല, ഞാനിത് ഇങ്ങനെ ഞാൻ അവിടെ നിങ്ങളെ കാണുന്നത് എപ്പോഴും ചായ ചായ ചോദിക്കോ എന്താന്ന് അറിയില്ല. പിന്നെ ഞാൻ 7 മണി 7:15 എണീക്കും. സ്കൂളിന്റെ ഇതൊക്കെ തുറന്നു വെച്ച്. ഇത് അടച്ചു വെച്ചത് ലൈറ്റ് അടിക്കുന്നോണ്ടാണ് അടച്ചു വെച്ചത്. അവിടെ ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് വിഷയം തുണിയിലൊക്കെ ചവിട്ടിട്ടാ നിക്കുന്നത്. ദൈവമേ, കൊറേ ഉണ്ട് അലക്ക. ഇത് അത് പിടിക്കുന്നില്ല. ഇന്നലെ അലക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ മിഷ്യൻ കണ്ടുപിടിച്ച ആളെയാണ് നമസ്കരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നേ, ഇതിന്റെ ഒരു സുഖം എനിക്ക് മിഷ്യൻ അമ്മ വാങ്ങിച്ചു തന്നേട്ടാന്ന്. അതുകൊണ്ടില്ലേ ഭയങ്കര സുഖമാണ്. ഓ ഇത് തന്നെ ഞാൻ ബാക്കിയായിട്ടിരിക്കുകയാണ്. ഇതും കൂടി അപ്പോൾ മിഷ്യത്തിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്നങ്ങാട് ഓണാക്കിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. വാ, ഇനി അലക്കും കല്ലുമ്പോൾ കിടക്കണ്ടല്ലോ. ഇല്ലെങ്കിൽ രാവിലെ ഒരു 2 മണിക്കൂർ, കുറഞ്ഞൊരു 1.5 മണിക്കൂറെങ്കിലും അലക്കും കല്ലുമ്പോൾ പിശു പിശു പിശു. ഇപ്പം സുഖം തന്നെയല്ലേ. നല്ലത് മാത്രം ഞാൻ പുറത്തിട്ട് അലക്കോട്ടാ, ബാക്കിയൊക്കെ വിഷയത്തിൽ ചായ വെച്ച് കൊടുക്കാൻ പറഞ്ഞേട്ടാ. ഇപ്പോഴും വിഷയത്തിലൊക്കെ ഇട്ട് അലക്കാൻ വേണ്ടി മടിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വൃത്തിയാവുന്നില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. അവരാ മനസ്സിൻ്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ നിലത്തിരിക്കുന്നത് അങ്ങനത്തെ പരിപാടി ഇപ്പം കുറവാണല്ലോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിൽ തന്നെ കുറച്ച് ഭാഗം അഴുക്കൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് മെഷീൻ വലിയൊരു പ്രശ്നമല്ല എന്ന് എൻ്റെ അഭിപ്രായം. അന്തോ എണീക്കടാ, അതെന്താണ് ഇങ്ങോട്ട് വീഴുന്നതിനായിട്ടാണ് ഇവിടെ തലക്കണി വെച്ചേക്കണത്. കുഞ്ഞു ഭാവിയാ. എടാ മൂട്ടിൽ വെയിലടിച്ചിട്ടാ എണീക്കടാ. അവയപ്പോൾ വന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു രാവിലത്തെ ഒരു വെച്ച് വർത്താനം അല്ലേ. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ചുമ്മാ ഒരു വീഡിയോ. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഓൺ വോയിസ് ചെയ്യുന്നതാണോ, അതായത് ഇതുപോലെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണോ, അതോ വോയിസ് ഓവർ കൊടുത്തിട്ട് വരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വരാമല്ലോ. ഓൺ വോയിസ് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നേരിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാട്ടാ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ കണ്ടന്റ് ഇല്ലടോ, അതാ പ്രശ്നം. എന്ത് ചെയ്യട്ടെ, ഇതിങ്ങനെ പറഞ്ഞില്ല ദിവസം ഇങ്ങനെ പറഞ്ഞിടുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പടിക്കില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി അധികം നീട്ടുണ്ടാന്ന് തോന്നുന്നല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറായി, കറിയായി, അങ്ങനെയൊക്കെയാണ്. മീൻ പോയിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. മീൻ നോക്കുന്നുണ്ട്, അപ്പോൾ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ചിക്കനായിരിക്കും മിക്കവാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോരോ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കിനി പുട്ടൊക്കെ കൂട്ടിയിട്ട് ഞാൻ വമ്പയർ കറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അല്ലേ. ടാറ്റാ.